നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഏത് പോയിന്റിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഡോക്ടർ അത്? ഒരു കുഞ്ഞിനെ നെല്ലിശ്ശേരിയിലേക്ക് വേണമെന്ന് പറയുന്നതുകൊണ്ട് അവന്റെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല അർച്ചന. നീയും സച്ചിയും വേർപിരിയലിന്റെ വക്കിലായിരുന്നല്ലോ. ഇപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് അറിയാനാവും ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പറച്ചിലൊക്കെ. ഇനിയും അവന്തികയ്ക്ക് അവധി കൊടുക്കുന്നത് അപകടമാണ്. അവളെ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്കറിയാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഉടനെ ഒരു തീരുമാനം ഉണ്ടാകും. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാലും അവരിപ്പോ എത്ര പേരത് വിശ്വസിക്കുന്നതോട് നോക്കണം. ഒരു ഉത്തമ സ്ത്രീയായി അഭിനയിച്ച് എല്ലാവരെയും അവന്തിക വശത്താക്കി കഴിഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞാലും എന്റെ സച്ചേട്ടൻ പോലും ഇതൊക്കെ വിശ്വസിച്ചൊന്നും വരില്ല. ഒരു വീട്ടിലെ കേവലം നാത്തൂമ്പോരായിട്ടേ ഇതിനെ എല്ലാവരും കാണൂ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ബാക്കി ഒരേ ഒരു ചാൻസ് മാത്രമേ നമുക്ക് കിട്ടൂ. അതിൽ തോറ്റുപോയാൽ പിന്നീട് അങ്ങോട്ട് എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നടന്നില്ല എന്ന് വരും. അർച്ചന ഒന്ന് ശരിക്കും ഓർത്തു നോക്കിയേ. അവന്തികയെ പൂട്ടാനുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോന്ന്. ചിലപ്പോ ഉണ്ടെങ്കിലും. ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതത്ര എളുപ്പമുള്ള വഴിയല്ല. താൻ കാര്യം പറയും, നമുക്ക് നോക്കാം. നെല്ലിശ്ശേരി കമ്പനിയില് പഴയൊരു മാനേജർ ഉണ്ടായിരുന്നു. സാർ, ഞാനിതെല്ലാം ചെയ്തത് ഈ അവന്തിക മേഡം പറഞ്ഞിട്ടാണ് സാർ. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അവന്തിയുടെ കള്ളക്കളികള് കുറെയൊക്കെ അയാൾക്കറിയാം. പക്ഷെ അയാളുടെ പേരോ മേൽവിലാസമോ ഒന്നും എനിക്കറിയില്ല. അയാളുടെ പേര് വിജയ് എന്നാ. മേൽവിലാസമൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പുണ്ട്, അവന്തിയെ കുറിച്ച് അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനയാള് കുറെ ശ്രമിക്കുകയും ചെയ്തതാ. ഇത് ഞാനാ മേഡം, വിജയ്, കമ്പനിയിലെ മാനേജർ. മനസ്സിലായി. നിങ്ങളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നത്? മേഡം മേഡം എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. മതി, ഇത്രയും മതി. ഇനി എന്താ വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അനക്കിരിക്കും. അതിഥിയെ എത്തിയത് നിന്റെ ആദിത്യ മര്യാദയ്ക്ക് മാർക്കിടാൻ വേണ്ടിട്ടല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പോവും. എന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഇരിക്കാൻ പറയുന്നത് എന്റെ മര്യാദയാ. വരുന്നവർക്ക് ആ മര്യാദ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അനക്കിക്ക് അവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പല തവണ പല സാഹചര്യത്തിലും ഞാൻ പറഞ്ഞു മടുത്തതും നീ കേട്ട് തഴമ്പിച്ചതുമായ കാര്യമാണ്. പിന്നെയും പുറകെ നടന്ന് ഞാനിത് പറയുന്നത് നിന്നെ പോലെ എടുത്തേ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോണ്ടെന്ന് കരുതിയിട്ടാ. ഓ അപ്പോ പതിവ് വാചകം തന്നെയാ. കൂട്ടത്തി ഭീഷണിയും.
സന്ദീപിനെ ഞാൻ മറക്കണമായിരിക്കും അല്ലേ? അതെ, മറന്നാ മാത്രം പോരാ, അവന്റെ കൺമുന്നിലേക്ക് ഇനി വരാനും പാടില്ല. ഓ, അവന്റെ കൂടെയുള്ള നിന്റെ ഈ ഊരു ചുറ്റിലും അതങ്ങ് നിർത്തിയേക്ക്. ആ, അവൻ എന്റേതാ, എന്റേത് മാത്രം. നിന്നെ പോലൊരുത്തി അവന്റെ കൂടെ നടക്കുന്നത് നാളെ ഒരു സമയത്ത് അവന്റെ ഭാര്യയായിട്ട് ഞാൻ ഇരിക്കുമ്പോ എന്നെ എന്റെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യം. വന്ന പാടെ നിന്റെ മോന്തക്കിലെണ്ണം തന്നിട്ട് ഇതൊക്കെ പറയണമെന്ന് കരുതിയ ഞാൻ വന്നത്. ഞാനത് ചെയ്യാത്തത് സന്ദീപിന് വേണ്ടി നിന്റെ ദേഹത്ത് കൈവെക്കുന്നതും നിന്നെ വീട്ടിൽ കയറി തല്ലുന്നതും എനിക്ക് കുറച്ചിലാണെന്ന് ഇപ്പൊ തോന്നിയതുകൊണ്ടാ. ഇനി ഇതും പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ നട എനിക്ക് കയറേണ്ടി വന്ന നമ്മളിൽ ഒരാളെ ജീവനോടെ കാണും. അത് സന്ദീപിനെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കി അവനെ മയക്കിക്കൊണ്ട് നടക്കുന്ന നീ ആവില്ല. സന്ദീപിന്റെ ഭാര്യയാകാൻ പോകുന്ന ഞാനായിരിക്കും. ദാ, ഇന്ന് കണ്ടതുൾപ്പെടെ എല്ലാം ഞാൻ മറക്കുക, നീയും മറക്കണം. ഇപ്പൊ ഇവിടെ ആരുമില്ലെന്ന് മനസ്സിലായി. എല്ലാവരും വരുമ്പോ പറഞ്ഞേക്കണം, നെല്ലിശ്ശേരിയിലെ അവന്തികയുടെ അനിയത്തി ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞിട്ട് പോയി എന്ന്. നിന്റെ തന്ത പഠിക്കാൻ തളയ്ക്കും കാര്യം വേഗം മനസ്സിലാവും. അരുതാത്തത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ. ഇനി നീ തീരുമാനിക്ക്, മറക്കണോ അതോ മരിക്കണോന്ന്. അനക്കൊന്നും നിന്നേ. നീ ഇവിടെ നിന്ന് ഇത്രയും പ്രസംഗിച്ചിട്ടും ഞാനൊന്നും പറയാത്തതേ ഇത് എന്റെ വീടായതുകൊണ്ടാ. നീ നിൽക്കുന്നത് എന്റെ വീട്ടുപടിക്കലായതുകൊണ്ടാ. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്നാ എന്റെ അച്ഛനമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വാക്പോരിന് എനിക്ക് താല്പര്യമില്ല. സന്ദീപിനെ മറക്കാനും അവന്റെ കൺവെട്ടത്ത് ഞാൻ വരാതിരിക്കാനുമാണ് നീ ഇവിടെ ഇത്രയും പറഞ്ഞതെങ്കിൽ അത് എന്നോടല്ല, അത് സന്ദീപിനോട് വേണം പോയി പറയാൻ. ഇല്ലെങ്കിലേ സന്ദീപ് വിളിക്കുന്നിടത്തേക്കൊക്കെ ഞാൻ പോവും, ഞങ്ങൾ കാണുകയും ചെയ്യും. ആ പിന്നെ നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞു. കണ്ടോ, നിനക്കിതുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കാനേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.